ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. സ്നേഹാദരണീയരായ സഹോദരിമാരെ, സഹോദരന്മാരെ, അൽ ഹിക്മ ദർസെ ഹദീസിലെ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബസമേതം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റിയാദുസ് സ്വാലിഹിലെ ഹദീസുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു ഹദീസ് തന്നെയാണ് പറയുവാനുള്ളത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ റിയാദുസ് സ്വാലിഹിലെ ഹദീസുകൾ നമ്മുടെ ജീവിതത്തെ തിരുത്തി വായിക്കുവാൻ നമ്മളെ നിരന്തരമായി നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്ന ഹദീസാണ്. അത്തരത്തിലുള്ള ഒരു ഹദീസ് തന്നെയാണ് നമ്മുടെ നിത്യജീവിതത്തെ തന്നെ ആ, ചിട്ടപ്പെടുത്തിയെടുക്കുന്ന ഒരു ഹദീസാണ് നമുക്കിന്ന് പറയുവാനുള്ളത്. عن أبي هريرة رضي الله عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുൽഖ. സത്യവിശ്വാസികളിൽ വിശ്വാസം പരിപൂർണമായവൻ അവരിൽ വെച്ച് ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ്. അക്മലുൽ മുഅ്മിനീന, ഈ മുഅ്മിനീങ്ങളിൽ പൂർണ്ണമായവൻ, ഈമാനൻ ഈമാന് പൂർത്തിയായവൻ, അഹ്സന ഖുൽഖൻ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ്. വഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ ആ ഹദീസിൽ പറയുന്നു, ഏറ്റവും നല്ല നിങ്ങളിൽ ഉത്തമൻ എന്ന് പറയുന്നത്, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സഹധർമ്മിയോട് നല്ല രീതിയിൽ പെരുമാറുന്നവനാണ് എന്നുകൂടി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇതാണ് ഹദീസ്. രണ്ട് കാര്യങ്ങൾ പറയും, സ്വഭാവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളതൊക്കെ. അപ്പം നമ്മൾ സാധാരണ ചിലപ്പോഴൊക്കെ കേൾക്കാറുണ്ട്, നാട്ടിൽ അയാൾ നല്ല ഹാജിയാണ്, അല്ലെങ്കിൽ നല്ല ഹാജിയാരാണ്, നല്ല ആളാണ്, ദീനുള്ള ആളാണ്, പക്ഷേ അയാളുടെ സ്വഭാവം, അയാൾ ഒരു മുസ്ലിമാണ്, അയാളുടെ സ്വഭാവം പോരാ എന്നുള്ള വർത്തമാനം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പറയാൻ പറ്റുകയില്ല. കാരണം ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യം, ഈമാനിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമാണ് അവൻ്റെ നല്ല സ്വഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ അവൻ്റെ സ്വഭാവം പറ്റുകയില്ല എന്ന് വിശ്വാസിയെക്കുറിച്ച് പറയാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ കാരണം നല്ല സ്വഭാവം എന്നുള്ളത് ഈമാൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ഈ നല്ല സ്വഭാവം ഉണ്ടാകുന്നതോടുകൂടി നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഇഹത്തിലും പരത്തിലും ലഭിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനെയാണ്. എന്നിട്ട് റസൂൽ പറയുന്നുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ ഖിയാമത്ത് നാളിൽ എൻ്റെ ഒപ്പം ഇരിപ്പിടമുള്ളത് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിന് ഏറ്റവും ഇഷ്ടമുള്ളത്, റസൂലിൻ്റെ കൂടെ ഖിയാമത്ത് നാളിൽ ഒപ്പം ഇരിക്കാൻ അർഹതയുള്ളവനും നമ്മുടെ കൂട്ടത്തിൽ നല്ല സ്വഭാവമുള്ളവനാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, അവിടെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് അവൻ്റെ ദാസന്മാരിൽ ആരെയാണ് എന്ന് റസൂലിനോട് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറുപടി എന്താണെന്നറിയോ? നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്നുകൂടി പറഞ്ഞിരുന്നുണ്ട്. സഹോദരന്മാരെ, സഹോദരിമാരെ, കാരണം ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ മനുഷ്യനെ നല്ല സ്വഭാവമുള്ളവനാക്കുവാനുള്ളതാണ്. അവൻ്റെ കാരണം മനുഷ്യനും തമ്മിലുള്ള ബന്ധം നന്നാവാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തന്നെ അവൻ്റെ ഈമാൻ പൂർത്തിയാണെന്ന് പറയാൻ കഴിയില്ല. മനുഷ്യനും തമ്മിലുള്ള ബന്ധം, കാരണം അതുകൊണ്ട് ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരാൾ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ പക്ഷേ അള്ളാഹും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കാൾ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് തോന്നിപ്പോകുന്ന രീതിയിൽ അത്രയും ഗൗരവത്തിൽ ആ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഉദാഹരണമാണ്. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ ജനാസ പള്ളിയിൽ കൊണ്ടുവന്ന് വെക്കും. പള്ളിയിൽ കൊണ്ടുവന്നിട്ട് ജനാസ വന്നിട്ട് ഒരു ചോദ്യമുണ്ടല്ലോ, ഇയാൾക്ക് ആരെങ്കിലും കടം കൊടുക്കാനുണ്ടെങ്കിൽ ആ കടം ഇന്നയാൾ ഏറ്റെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും കടം വാങ്ങിയിട്ടുണ്ട് എങ്കിൽ ആ പണം തിരിച്ച് ഇന്ന ആളോട് ചോദിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് പറയുമല്ലോ.
എന്നാൽ അയാൾ ളുഹർ നമസ്കരിക്കാതെ മരിച്ചിട്ടുള്ളതെങ്കിൽ അതവിടെ വിളിച്ചു പറയുന്നില്ല. ആരെങ്കിലും ഇയാൾക്ക് വേണ്ടി ളുഹർ നമസ്കരിക്കണമെന്നാണ്. അത് അള്ളാഹുവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ്. അപ്പോൾ നല്ല സ്വഭാവം ഉണ്ടാവുക, മനുഷ്യരുമായുള്ള പ്രശ്നങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തന്നെ വളരെ ഗൗരവത്തിലാണ് കാണുന്നത്. ഇപ്പോൾ ഈ കടം ഒക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്കറിയാലോ, കടം വീടാതെ ഒളിച്ചു നടക്കുന്ന ഒരാളാണ് എങ്കിൽ അയാൾ ഷഹീദായാൽ പോലും കാര്യമില്ല എന്നാണ് പറയുന്നത്. കാരണം അത് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ഒരു കരാറിൽ സ്വഭാവത്തിലുള്ള പ്രശ്നം വന്നതാണ് എന്നതുകൊണ്ട് തന്നെ. അപ്പോൾ എന്ന് മാത്രമല്ല, ഇസ്ലാം എടുത്തു നോക്കി നിങ്ങൾ, ഓരോ ഇബാദത്തും മനുഷ്യനെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഇബാദത്തുകളാണ്. നമസ്കാരത്തെക്കുറിച്ച് പറയുന്നത് ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശായി വൽ മുൻകർ. നമസ്കാരം എന്നുള്ളത് അവനെ ഫഹ്ശായിൽ നിന്നും, മ്ലേച്ഛതയിൽ നിന്നും, അതുപോലെ തന്നെ മുൻകറിൽ നിന്നും, തെറ്റിൽ നിന്നൊക്കെ അവനെ രക്ഷപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അവനെ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് നമസ്കാരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സക്കാത്ത് എടുത്തു നോക്കി, മനുഷ്യരോട്, സഹജീവികളോട്, സഹപ്രവർത്തകരോടൊക്കെ കാരുണ്യമുണ്ടാക്കി തരുന്ന ഒരു ഇബാദത്താണ്. അതുപോലെ തന്നെ നോമ്പ് മനുഷ്യനെ മുഴുവനായിട്ട് ക്ലിയറാക്കുന്ന, നല്ല എല്ലാവരോടും കാരുണ്യവും സ്നേഹവും ഉണ്ടാക്കുന്ന ഒരു ഇബാദത്താണ്. ഹജ്ജ് എത്രയായാലും ക്ഷമയോടുകൂടി മനുഷ്യരുടെ ഇടയിൽ ജീവിക്കാൻ പഠിപ്പിച്ചു തരുന്ന ഒരു ഇബാദത്ത് കൂടിയാണ്. അങ്ങനെ ഇബാദത്തുകളൊക്കെ മനുഷ്യൻ്റെ സ്വഭാവത്തെ കുറിച്ച് പറയുന്ന, സ്വഭാവത്തെ വൃത്തിയാക്കുന്ന രീതിയിലുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതാണ് ഹദീസിൻ്റെ ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഖിയാറുക്കും ലിനിസാഇഹിം, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ സഹധർമ്മിയോട് ഉത്തമമായി നല്ല രീതിയിൽ പെരുമാറുന്നവനാണ് എന്നുള്ള റസൂൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വീട്ടിലെ സ്വഭാവമാണ് യഥാർത്ഥ സ്വഭാവം. ആ വീട്ടിലെ സ്വഭാവം നന്നാവാതെ ഞാൻ നാട്ടിൽ എല്ലാവരോടും നല്ല നിലയിലാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഈമാൻ്റെ പൂർത്തീകരണമല്ല. ഈമാൻ പൂർത്തിയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൂട്ടത്തിൽ നല്ല ഒരാളാവണമെങ്കിൽ അവരുടെ കുടുംബത്തിനോട്, അല്ലെങ്കിൽ കുടുംബം എന്ന് പറഞ്ഞാൽ വീട്ടിൽ തൻ്റെ ഇണയോട് നല്ല നിലയിൽ പെരുമാറണം എന്നുള്ളത് കൂടിയാണ് ഈ ഹദീസിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്കതിന് സാധിക്കാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് തൻ്റെ ഇണകളോട് പെരുമാറിയിരുന്നത് എന്ന് മനസ്സിലാക്കുക, അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒരുപാട് ടിപ്സുകൾ, ഒരുപാട് കാര്യങ്ങൾ റസൂലിൻ്റെ വൈവാഹിക ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ ഇണകളോട് നല്ല നിലയിൽ പെരുമാറിയതിൻ്റെ, എങ്ങനെയാണത് നല്ല നിലയിൽ പെരുമാറേണ്ടത് എന്നൊക്കെ റസൂൽ പഠിപ്പിച്ചു തന്നതിൻ്റെ ഒരുപാട് ഉദാത്തമായ ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. വളരെ ചുരുക്കി ഞാൻ വളരെ വേഗത്തിൽ നമ്പർ ഇട്ടുകൊണ്ട് ഞാനത് പറയാം. ഒന്ന്, കൂട്ടുകാരികളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൂട്ടുകാരികളെ പോലെയായിരുന്നു അവരെന്നുള്ളതാണ്. അപ്പോൾ ഒരു കൂട്ടുകാരനെ പോലെ ഒരു ഫ്രണ്ട്ഷിപ്പായിരുന്നു, അത്രയും സ്നേഹമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ആയിഷ ബീവിയെ സംബന്ധിച്ചിടത്തോളം ആയിഷ ബീവിയും റസൂലും ഒക്കെ ശരിക്ക് ഓട്ടമത്സരം നടത്തിയിരുന്നു എന്നൊക്കെ നമുക്ക് വായിക്കാൻ, ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഓട്ടമത്സരം നടത്തിയിരുന്നു എന്ന്. അപ്പോൾ അങ്ങനെ ഓട്ടമത്സരം നടത്തിയിരുന്നു എന്ന് പറയുമ്പോൾ ആയിഷ ബീവി ആദ്യം മത്സരത്തിൽ വിജയിക്കുന്നു, രണ്ടാമത്തെ മത്സരത്തിൽ ആയിഷ ബീവി പരാജയപ്പെടുന്നു എന്നൊക്കെയാണ്. ഭയങ്കര രസകരമായ ഒരു ജീവിതമായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴെങ്കിലും അങ്ങനെ നമ്മുടെ ഇണയുമായിട്ട് മത്സരം നടത്തിയിട്ടുണ്ട്? ഓട്ടമത്സരം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് കണ്ണുരുട്ടി ഇണയെ ഓടിക്കുന്ന ആ മത്സരത്തെക്കുറിച്ചല്ല. അത് വീട്ടിലൊക്കെ ചിലപ്പോൾ നടക്കും. പക്ഷെ അതല്ല, റസൂലുള്ളാഹി സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു മത്സരം നടത്തിയിട്ടുണ്ടോ, ഉണ്ടായിട്ടുണ്ടോ വീട്ടിൽ എന്നുള്ളതാണ്. അപ്പോൾ ഞാനിത് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ, പുതിയ കാലത്ത് പെൺകുട്ടികൾ പലപ്പോഴും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു, എനിക്ക് വിവാഹം വേണ്ട എന്നൊക്കെ പറയാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മളത് കേൾക്കുമ്പോൾ നമ്മൾ പറയും, അത് ലിബറലിസത്തിൻ്റെയൊക്കെ സ്വാധീനം കാരണമാണ് അവർ പറയുന്നത്, ആ ആശയത്തിൻ്റെ സ്വാധീനം. അത് മാത്രമാണോ? നമ്മൾ ആലോചിച്ച് നോക്കി, ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടി സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഉപ്പയും ഉമ്മയും എപ്പോഴും കലഹമാണ് എങ്കിൽ, പ്രശ്നമാണ് എങ്കിൽ, ആ മകളത് പറഞ്ഞു പോകൂലേ, എനിക്ക് ഇങ്ങനെ ഒരു വിവാഹം വേണ്ട എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതല്ല, നമ്മൾ സ്നേഹത്തോടു കൂടി, സൗഹൃദത്തോടു കൂടി ആ മത്സരങ്ങളിൽ, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെയുള്ള പല കാഴ്ചകളും കാണിച്ചു കൊടുക്കാൻ വേണ്ടി ആയിഷ ബീവിയുമായിട്ട് പോയിരുന്നു എന്നൊക്കെ കാണാൻ കഴിയും. അപ്പോൾ അതിനൊക്കെ നമ്മൾ ആരാണിത് പോകുന്നത്? ഭരണാധികാരിയായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്, ഒരു സമുദായത്തിൻ്റെ വലിയ ഇമാമാണ്. ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്നേഹം പ്രകടിപ്പിക്കണം എന്നുള്ളത്. ദമ്പതികൾ പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കണം. അപ്പോഴാണ് ഉത്തമമായിട്ടുള്ള ഉദാത്തമായിട്ടുള്ള സ്വഭാവം അവർക്കിടയിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കണം എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബിമാർ ചോദിക്കുന്നുണ്ട്, റസൂലെ, നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ളത് മനുഷ്യരിൽ
ആരെയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയടിക്ക് പറഞ്ഞു, എൻ്റെ ആയിഷയെയാണെന്ന്. ആയിഷ ബീവി ആ സദസ്സിലുണ്ടായിരുന്നു. എത്രമാത്രം സന്തോഷമായിരിക്കും ആയിഷ ബീവിക്ക്. അത് മാത്രമല്ല, അപ്പോൾ സ്വഹാബിമാർ വന്ന് ചോദിക്കുന്നുണ്ട്, റസൂലേ ഞങ്ങൾ ഉദ്ദേശിച്ചത് അതല്ല, ആണുങ്ങളെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ആരെയാണ് ഏറ്റവും ഇഷ്ടം എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്കും പറയേണ്ടത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നാണ്. പക്ഷെ പറഞ്ഞത് അങ്ങനെയല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെയാണ് പറയുന്നത്. പക്ഷെ പറഞ്ഞ ശൈലി അങ്ങനെയല്ല. എൻ്റെ ആയിഷയുടെ ഉപ്പയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ ആയിഷ ബീവിക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം എത്രയായിരിക്കും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അങ്ങനെ നമ്മളെപ്പോഴെങ്കിലും നമ്മുടെ ഇണകളെ കുടുംബക്കാരുടെ ഇടയിൽ വെച്ചിട്ട്, ചെറിയ കൂട്ടുകാരുടെ ഇടയിൽ വെച്ചിട്ട് എപ്പോഴെങ്കിലും ഒന്ന് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്കറിയാം മക്കഫത്തിൻ്റെ സമയത്ത് എല്ലാവരും റസൂലിനെ വീട്ടിലേക്ക് ഇങ്ങനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് സൽക്കരിക്കാൻ വേണ്ടിയിട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ സ്നേഹത്തോടു കൂടി നിരസിച്ചിട്ട് റസൂൽ പോകുന്നത് എങ്ങോട്ടാണ്? ഖദീജ ബീവിയുടെ ഖബറിലേക്കാണ്. ആ ഖബറിൻ്റെ അരികിലേക്കാണ്. ആ ഖബറിൻ്റെ അരികിൽ നിന്നിട്ട് ആ രാത്രി മുഴുവനും ആ കൂരാകൂരി ഇരുട്ടത്ത് മഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ ഒരു സ്നേഹപ്രകടനമാണ് നമുക്കുണ്ടാകേണ്ടതെന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം റസൂലിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ഈ ഒന്നിച്ചായിരുന്നു അവർ ഭക്ഷണം കഴിച്ചിരുന്നത് എന്നുള്ളത്. ഒന്നിച്ചാണ് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊക്കെ പലപ്പോഴും മഗ്‌രിബിൻ്റെ സമയത്തുള്ള ഒരു ഫോൺ കോൾ വീട്ടിലേക്കല്ലേ, ഞങ്ങളിന്ന് കൂട്ടുകാരൊക്കെ ഒന്നിച്ച് കൂടുന്നുണ്ട് ഒരു ഹോട്ടലിൽ, ഞാൻ അവിടുന്ന് ഭക്ഷണം കഴിച്ചോളാം, നീ ഭക്ഷണം കഴിച്ച് കിടന്നോ എന്ന് പറയുന്നത്. ഈ ഇണയാണെങ്കിലോ എവിടെയൊക്കെ യൂട്യൂബിലും മറ്റൊക്കെ നോക്കിയിട്ട് ഏറ്റവും പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി എല്ലാ വിഭവങ്ങളൊക്കെ ഒരുക്കി വെച്ച സമയത്തായിരിക്കും നമ്മുടെ ഈ ഫോൺ കോൾ. എന്നാൽ റസൂലിൻ്റെ സ്വഭാവത്തിൽ അതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൻ്റെ അയൽവാസി, ജൂതനായ ഒരു അയൽവാസി സൽക്കാരത്തിന് വേണ്ടി ക്ഷണിക്കുന്നുണ്ട്. ആ സമയത്ത് റസൂൽ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ആയിഷക്കുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ആയിഷക്കില്ല, ഇത് പ്രമുഖരായ ആളുകൾ മാത്രമാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതുക്കെ അത് നിരസിച്ച് ഹിക്മത്തോടു കൂടി മാറി അള്ളാഹുവിൻ്റെ റസൂൽ മാറി നിൽക്കുകയാണ്. അപ്പോൾ പിന്നെയും സൽക്കരിക്കുന്നുണ്ട്. അപ്പോഴും ചോദിച്ചത് റസൂൽ ആയിഷക്കുണ്ടോ എന്നുള്ള. അപ്പോൾ അയാൾക്ക് മനസ്സിലായി ആയിഷ ഇല്ലാതെ റസൂൽ വരില്ല എന്ന് മനസ്സിലായപ്പോൾ ആയിഷ ബീവിയെയും വിളിച്ചിട്ടാണ് പിന്നീട് ആ സൽക്കാരത്തിന് പോകുന്നതെന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒന്നിച്ചുള്ള ഭക്ഷണം അത് വളരെ പ്രധാനപ്പെട്ട, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്പരം പരിഗണിക്കുക എന്നുള്ളത്, വളരെ പ്രോത്സാഹിപ്പിക്കുക, പരിഗണിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമുക്ക് കാണാൻ കഴിയും, റസൂൽ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ആയിഷ ബീവി ഭക്ഷണത്തോടൊപ്പം കൂട്ടാനായിട്ട് ഒന്നുമില്ല, കഴിക്കാനൊന്നുമില്ല. അപ്പോൾ ആയിഷ ബീവി പെട്ടെന്നൊരു സുർക്കയുടെ കറി ഉണ്ടാക്കി കൊടുക്കുകയാണ്. നമുക്കറിയുന്ന സംഭവമാണ്. പക്ഷേ റസൂൽ പറഞ്ഞൊരു രീതി എന്താണ്, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട്, ആയിഷ നിൻ്റെ സുർക്കക്കറി പോലെ ഞാനൊരു കറി ഇതുവരെ കഴിച്ചിട്ട് പോലും ഇല്ല എന്ന് പറയുന്നു. എല്ലാവർക്കും അറിയാം എത്രയാണ് അതിൻ്റെ ടേസ്റ്റ്. എന്നിട്ട് റസൂൽ ആയിഷ ബീവിയെ പരിഗണിക്കുകയാണ്. നമുക്ക് വേണ്ടി എന്തൊക്കെ വിഭവം നേരത്തെ പറഞ്ഞ പോലെ എവിടുന്നൊക്കെയോ കണ്ടിട്ടും കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതിനൊന്നും നമ്മൾ മൂക്കറ്റം കഴിക്കും. പക്ഷേ എന്താണ്, നമ്മൾ മസിൽ പിടിച്ചിറങ്ങിപ്പോവുകയാണ്. ഒരു നല്ല വാക്ക് പോലും പറയാൻ കഴിയുന്നില്ല എങ്കിൽ എൻ്റെ ഈമാൻ എവിടെയോ തകർച്ചയുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് അതിലെന്തെങ്കിലും ഒരു മുടിയോ എന്തെങ്കിലും കാണാൻ പറ്റാത്ത കാണുകയോ ചെയ്താൽ അന്ന് അതിൻ്റെ പേരിൽ ഭയങ്കരമായ ശകാരങ്ങളാണ് എങ്കിൽ എൻ്റെ ഈമാൻ എന്തോ ഒന്ന് തകരാറ് പറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നില്ല. അതുപോലെ തന്നെ ആളുകളെ മുമ്പിൽ വെച്ചുകൊണ്ട് പുകഴ്ത്തുക പരസ്പരം ദമ്പതികൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിൽ നമുക്കത് കാണാൻ കഴിയും, ആയിഷ ബീവിയെക്കുറിച്ച്. അപ്പോൾ റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് സ്വഹാബിമാരോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വന്നിട്ട് ചോദിക്കും, ചില മസ്അലകൾ ചോദിക്കും. ആ ചോദിക്കുമ്പോൾ അള്ളാഹിൻ്റെ റസൂലിന് അറിയാത്തൊരു മസ്അലയില്ല, ഉത്തരം പറയാൻ കഴിയാത്തൊരു മസ്അലയില്ല. പക്ഷേ റസൂൽ എന്താ, റസൂൽ പറയും, ആയിഷക്ക് അറിയാലോ, ആയിഷനോട് ചോദിച്ചു നോക്കി, ആയിഷനോട് ചോദിച്ചോളൂ എന്ന് പറയുന്നതാണ്. അപ്പോൾ ആയിഷയെ വലിയൊരു പണ്ഡിതയായിട്ട് അങ്ങനെ പുകഴ്ത്തി കൊണ്ടുവരികയാണ്. അപ്പോൾ ആയിഷ ബീവിക്ക് ഉണ്ടാകുന്ന ഒരു റാഹത്ത്, സന്തോഷം അത്രമാത്രമായിരിക്കും. നമ്മളെപ്പോഴെങ്കിലും നമ്മുടെ ബീവിമാരെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ഇണകളെ എപ്പോഴെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത പോലെ ചെയ്തിട്ടുണ്ടോ, പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ നോക്കൂ. അതുപോലെ തന്നെ എപ്പോഴും ചേർത്ത് നിർത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ദമ്പതികൾ പരസ്പരം എപ്പോഴും ചേർത്ത് നിർത്തുക എന്നുള്ളത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നമ്മുടെ മെൻസസിൻ്റെ സമയത്തോ പീരീഡിൻ്റെ സമയത്ത് പോലും ആയിഷ ബീവി വല്ലാത്ത അടുപ്പം കാണിച്ചിരുന്നു, സ്നേഹം കാണിച്ചിരുന്നു. അവർക്കൊരു തന്നെ മാനസികമായ പ്രയാസം ഉണ്ടാവരുത്
എന്നതിൻ്റെ അർത്ഥത്തിൽ അവർ കുടിച്ച ഗ്ലാസിൻ്റെ അതേ ഭാഗത്ത് തന്നെ ചുണ്ട് വെച്ച് കുടിക്കുന്നു എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ സ്നേഹപ്രകടനം ഊഷ്മളമാകുവാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട 2 കാര്യം, ഒന്ന് കൈ കൊടുത്തുകൊണ്ടായിരിക്കണം സലാം പറയേണ്ടത് എന്നുള്ളതാണ്. ആ ഞാൻ പറഞ്ഞല്ലോ, നല്ല സ്വഭാവം കാണിക്കാനുള്ള വഴികളാണിത് പറയുന്നത്. അല്ലാതെ എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വേറെന്തോ ഒന്നുമല്ല. അപ്പോൾ അത് കൈ കൊടുത്തുകൊണ്ടായിരിക്കണം. അപ്പോൾ കൈ കൊടുത്താൽ സ്വാഭാവികമായിട്ടൊരു ഇഷ്ടവും സ്നേഹമൊക്കെ പരിഗണനയൊക്കെ ലാളനയൊക്കെ കിട്ടും എന്നതിനപ്പുറം അള്ളാഹുവിൻ്റെ റസൂൽ അതിനൊരു പുണ്യം പോലും പുണ്യം കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. അതിതാണ് എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ഇടയിലുണ്ടായ തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹ് പുറത്തു തരുമെന്നുള്ളതാണ്. അതേപോലെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ദമ്പതികൾ പരസ്പരം സ്നേഹത്തോടുകൂടി പ്രണയത്തോടുകൂടി കണ്ണിലേക്ക് നോക്കിയിരിക്കണം എന്നുള്ളതാണ്. കണ്ണിലേക്ക് നോക്കിയിരിക്കണം എന്നുള്ളതാണ്. കണ്ണ് നോക്കി പേടിപ്പിക്കാനല്ല, സ്നേഹത്തോടുകൂടി ഇഷ്ടത്തോടുകൂടി കണ്ണിലേക്ക് നോക്കിയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു നമ്മുടെ ഹിറ്റ്ലർ, ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരനായ ഭരണാധികാരി ഹിറ്റ്ലർ തൻ്റെ സൈന്യാധിപന്മാരോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയോ? നിങ്ങൾ ഒരിക്കലും തന്നെ കുറ്റവാളികളുടെ കണ്ണിലേക്ക് നോക്കരുത് എന്നുള്ളതാണ്. മനുഷ്യരുടെ കണ്ണിലേക്ക് നോക്കരുത് എന്ന് പറഞ്ഞ ആളാണ് ഹിറ്റ്ലർ. കാരണം എന്താ? അലിവ് തോന്നും. അങ്ങനെ അലിവ് തോന്നുമ്പോൾ ആക്രമിക്കാൻ തോന്നൂല, അതുകൊണ്ട്. എന്നാൽ റസൂല് പറഞ്ഞു ഇങ്ങനെ ദമ്പതികൾ പരസ്പരം കണ്ണിലേക്ക് നോക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഭൗതികമായ ഒരു കാര്യം, ഒരു കാര്യം അതിലുണ്ട്, ലാഭം അതിലുണ്ട്, സ്നേഹം വല്ലാതെ പ്രകടിപ്പിക്കാൻ, ഒരു വൈറസ് സ്നേഹം പാസ് ചെയ്യാനുണ്ട്, ഒക്കെ ശരിയാണ്. അതിനപ്പുറം ഒരു പുണ്യകർമ്മം കൂടിയാണ്. എങ്ങനെയാണ്? അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, അങ്ങനെ നോക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് നളറല്ലാഹു തആല ഇലൈഹിമാ നളറത റഹ്മ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു റഹ്മത്തിൻ്റെ നോട്ടം അവരുടെ അടുത്തേക്ക് ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ സഹോദരിമാരെ, ഈ ഹദീസിൻ്റെ 2 ഭാഗങ്ങളാണ് നമ്മൾ വിശദീകരിച്ചത്. ഒന്ന്, നല്ല സ്വഭാവം എന്നുള്ളത് ഈമാനിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമാണ്. രണ്ടാമത്തേത്, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇണകളോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറുന്നവനാണ് എന്നുള്ളതാണ്. അതാണ് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്നേഹത്തോടുകൂടി, മവദ്ദത്തോടുകൂടി, റഹ്മത്തോടുകൂടി പെരുമാറുന്ന, അല്ലെങ്കിൽ ജീവിതത്തെ സ്നേഹപൂർവ്വമാകുന്ന അൽ ജന്നത്തു ഫീ ബുയൂത്തിന, ഞങ്ങളുടെ വീട്ടിലുണ്ട് സ്വർഗം എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ആളുടെ കൂട്ടത്തിൽ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ബന്ധുക്കൾ, അവർക്കെല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവേ, എൻ്റെ റസൂൽ ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്, നല്ല ആത്മാക്കൾക്ക് ഖബറിലേക്ക് സ്വർഗത്തിൽ നിന്നൊരു കവാടം തുറന്നു കൊടുക്കുമെന്ന്. റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങളുടെ സഹോദരന്മാർ, അവർക്കെല്ലാവർക്കും ഇവിടെ ഖബറിലേക്ക് സ്വർഗത്തിൽ നിന്നൊരു കവാടം നീ തുറന്നു കൊടുക്കണമേ നാഥ. പടച്ചവനെ, അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെ നല്ല നിൻ്റെ കാവലുണ്ടാകണേ നാഥ. اللهم زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم يسر أمورنا ووسع قلوبنا. اللهم ثبت أقدامنا في دينك. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.